തിരുവനന്തപുരം വെഞ്ഞാറമൂട് UAP കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് NIA. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 15-കാരന്റെ അമ്മയും സുഹൃത്തും നാടുവിട്ടതാണ് സംശയം. കുട്ടിയെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച രണ്ടാനച്ഛൻ അൻസാർ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരനാണ്. വെഞ്ഞാറമൂട് UAP കേസിൽ റൂറൽ SP സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ NIA-യോട് ആവശ്യപ്പെടണമെന്ന റിപ്പോർട്ട് ഇവിടെ നിന്ന് കൈമാറുന്നതിന് മുമ്പ് തന്നെ NIA കേസുമായി ബന്ധപ്പെട്ട സമാന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് NIA-യുടെ കൊച്ചി യൂണിറ്റ് കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം വെഞ്ഞാറമൂടിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നൊരു വിലയിരുത്തലിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. മാത്രവുമല്ല, ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത് ഈ 15 വയസ്സുകാരന് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ച കുട്ടിയുടെ രണ്ടാനച്ഛന്റെ സഹോദരൻ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള സിദ്ദിഖാണ് എന്ന കാര്യം NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിൽ ഉൾപ്പെട്ട അതുമായി ബന്ധപ്പെട്ട സംശയനിഴലിലായിരുന്ന മുഴുവൻ ആളുകളുടെ മേലും ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് പുറമെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട്. സംസ്ഥാന പോലീസിന് പ്രാഥമികമായ അന്വേഷണം നടത്തി കേസിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് കേസിൽ UAP-യെ ചുമത്തുന്ന സാഹചര്യമുണ്ടായത്. കുട്ടി നൽകിയ മൊഴിയിലെ കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് കണ്ടെത്തിയത് ആറ്റിങ്ങൽ DYSP-യുടെ നേതൃത്വത്തിലായിരുന്നു. തുടർന്നാണ് കേസിൽ UAP-യെ ചുമത്തിയത്. എന്തായാലും ഇതിലെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ NIA-യുടെ കൊച്ചി യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷേ FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് വിവരം. പ്രാഥമികമായ വിവരശേഖരണത്തിന് ശേഷം മാത്രമേ NIA ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ കേസിന്റെ മറ്റ് സാധ്യതകൾ തേടിയാണ് അന്വേഷണം മറ്റ് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു നീക്കം NIA-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കനകമല IS റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധമുള്ള സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സംഘം എങ്ങനെ ഈ വെഞ്ഞാറമൂട് കേസിലെ ഈ 15 വയസ്സുകാരനെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് NIA ആരംഭിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വെമ്പായം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധനയും NIA പോലീസിന്റെ സഹകരണത്തോടെ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ വെമ്പായം സ്വദേശിയായ ഈ അൻസാറിനെ കേന്ദ്രീകരിച്ചാണ്, ഈ കുട്ടിയുടെ രണ്ടാനച്ഛനായ അൻസാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ രണ്ടാനച്ഛനും അമ്മയും എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ഇതോടെ ഒരുപക്ഷെ പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അങ്ങനെയെങ്കിൽ ഉടൻ ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും NIA-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന.